ഹൂതി ഭീഷണി തുടരുന്നതിനിടെ ചെങ്കടലിൽ അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ എത്തിച്ചേർന്നു. കാർഗോ ഷിപ്പുകൾക്ക് സുരക്ഷ ഒരുക്കുകയാണ് ലക്ഷ്യം. മിസൈലുകളും ഡ്രോണുകളുമായി അമേരിക്കൻ കപ്പലുകളെ നേരിടുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. പറയൂ, ചെങ്കടലിൽ അവിടെ യുദ്ധസമാന സാഹചര്യമാണോ ഉള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ പാലസ്തീന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായി ഈ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഇന്നലെ കൂടുതൽ പ്രകോപനപരമായ പ്രസ്താവനകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ സൈന്യത്തോട് അൽ മസീറ ടെലിവിഷനിലൂടെ ഹൂതി നേതാവ് അബ്ദുൾ മലേക് അൽ ഹൗദി തന്നെ മുന്നോട്ട് വന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. യമന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിഡ്ഢിത്തം കാണിക്കാതിരിക്കാനാണ് അമേരിക്കയോട് അവർ ഉപദേശിക്കുന്നത്. അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും പറയുന്നു. മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്കും അതുപോലെ അമേരിക്കൻ പടക്കപ്പലുകൾക്കും അമേരിക്കയുടെ ഇപ്പോൾ രൂപീകരിച്ച ഈ സംയുക്ത നാവികസേനയ്ക്കും എതിരെ പോരാട്ടം തുടരും. ഇസ്രയേലിന് പാദസേവ ചെയ്യുന്നതിനായി അമേരിക്കയോടൊപ്പം ചേരുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെയും അതുപോലെ ചെങ്കടലിൽ വെറുതെ വിടില്ലെന്നാണ് ഇവർ പറയുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ചെങ്കടൽ പ്രദേശത്ത് എത്തിയതായിരിക്കാം ഒരുപക്ഷെ ഹൂതികളെ ഇപ്പോൾ കൂടുതൽ പ്രകോപിതരാക്കിയത്. അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പലായ USS ഐസൻഹോവർ ഗൾഫ് ഓഫ് ഏദനിൽ എത്തിക്കഴിഞ്ഞതായി ഇന്ന് US നാവികസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം ഹൂതികൾ 100-ൽ പരം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 10-ൽ പരം കപ്പലുകളെയാണ് ആക്രമിക്കുവാൻ ശ്രമം നടത്തിയതെന്ന് US നേവി ഇന്ന് പ്രസ്താവനയിൽ പറയുകയുണ്ടായി. അതേസമയം ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടും കൂടുതൽ മാനുഷിക സഹായം വർദ്ധിപ്പിക്കണമെന്നും ഒക്കെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ പ്രമേയം 2ാം ദിവസമായ ഇന്നും മാറ്റിവെച്ചിരിക്കുകയാണ്. അമേരിക്ക കൂടുതൽ സമയം ഈ പ്രമേയം പരിഗണിക്കുവാൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഈ പ്രമേയം വീണ്ടും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.